Hi everyone, welcome to Learn to Study. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് അതിലെ ഡെപ്റ്റർ സിസ്റ്റത്തിലെ ഫസ്റ്റ് മെത്തേഡ് ആയിട്ടുള്ള കോസ്റ്റ് പ്രൈസ് മെത്തേഡിലെ ഒരു സിമ്പിൾ പ്രോബ്ലം ആണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്താണെന്നും ഡെപ്റ്റർ സിസ്റ്റം എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ ഡെപ്റ്റർ സിസ്റ്റത്തിൽ ഗുഡ്സ് നമ്മൾ ചാർജ് ചെയ്യുന്നത്, അതായത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിന് ഗുഡ്സ് ചാർജ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഒന്ന് കോസ്റ്റ് പ്രൈസ് മെത്തേഡും മറ്റേത് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡും. അതായത് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്, രണ്ട് മെത്തേഡിലാണ്. ദാറ്റ് ഈസ് ഹെഡ് ഓഫീസ് മേ സെൻഡ് ഗുഡ്സ് ടു ബ്രാഞ്ച് എയ്തർ അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ അറ്റ് ഇൻവോയ്സ് പ്രൈസ്. ഒന്നെങ്കിൽ കോസ്റ്റ് പ്രൈസിൽ അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസിൽ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ അതിൻ്റെ ജേണൽ എൻട്രീസും അതുപോലെ തന്നെ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ്, അതേപോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ഇപ്പോൾ എന്തെങ്കിലും മിസ്സിംഗ് ഫിഗേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഡിഫറെൻറ്റ് മറ്റ് അക്കൗണ്ട്സിൻ്റെ ഒക്കെ ഒരു ഫോർമാറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെമ്മോറാൻഡം ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളൊരു സിമ്പിൾ പ്രോബ്ലം ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രോബ്ലം നോക്കാം. മിസ്സസ് മമത ട്രേഡേഴ്സ് ഓഫ് കേരള ഹാവ് ബ്രാഞ്ച് അറ്റ് കണ്ണൂർ. അപ്പം മിസ്സസ് മമത ട്രേഡേഴ്സിന് കണ്ണൂരിലൊരു ബ്രാഞ്ച് ഉണ്ട്. ഫോളോയിങ് ആർ ദി ട്രാൻസാക്ഷൻസ് ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2025. അപ്പോൾ അവരുടെ അതായത് 31 മാർച്ച് 2025 എൻഡ് ചെയ്യുന്ന അവരുടെ കുറച്ച് ട്രാൻസാക്ഷൻസിൻ്റെ ഇൻഫോർമേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 1/4/2024 ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 50,000, ഡെപ്റ്റേഴ്സ് 40,000, പെറ്റി ക്യാഷ് 2,000. ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് നമ്മൾ ബ്രാഞ്ചിന് സെൻഡ് ചെയ്യുന്നത് അതായത് 1,50,000 രൂപേൻ്റെ ഗുഡ്സാണ് സെൻഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് ഫോർ. ദെൻ ക്യാഷ് ബ്രാഞ്ചിന് സെൻഡ് ചെയ്തിട്ടുള്ളത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? അതായത് സാലറി ആയിട്ട് ഒരു 5,000 രൂപ, റെന്റ് ആയിട്ട് ഒരു 6,000 രൂപ, പെറ്റി ക്യാഷ് ആയിട്ട് ഒരു 5,000 രൂപ. അപ്പോൾ നമ്മളിത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ കേസിൽ എന്താണ്, മെയിൻ ബ്രാഞ്ച് ആണ്, അതായത് ഹെഡ് ഓഫീസ് ആണ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും നമുക്ക് കാര്യങ്ങൾ തന്നിട്ടുണ്ടാവുക കേട്ടോ. അതാണ് ഇവിടെ ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ക്യാഷ് സെൻഡ് ചെയ്തിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ദി ബ്രാഞ്ച്. ഓക്കെ, ക്യാഷ് റിസീവ്ഡ് ഫ്രം ദി ബ്രാഞ്ച്, ബ്രാഞ്ചിൽ നിന്നും ക്യാഷ് റിസീവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെയായിട്ടാണ്? ക്യാഷ് സെയിലായിട്ട് ഒരു 1,50,000 രൂപ, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 1,20,000 രൂപ. ദെൻ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. സ്റ്റോക്ക് 25,000, ഡെപ്റ്റേഴ്സ് 20,000, പെറ്റി ക്യാഷ് 1,000. ഇനി ഇതിൻ്റെ ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യാനും ആൻഡ് പ്രിപ്പയർ ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ഹെഡ് ഓഫീസ് ബുക്സ്, ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ജേണൽ എൻട്രീസും തന്നിട്ടുണ്ട്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ജേണൽ എൻട്രീസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് എൻട്രി എന്താ വരിക? ടു റെക്കോർഡ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസെറ്റ്സ് ലൈക്ക് സ്റ്റോക്ക്, പെറ്റി ക്യാഷ് ആൻഡ് അതർ അസെറ്റ്സ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വരുന്ന എൻട്രി എന്ന് പറയുന്നത് എന്താണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് ടു ബ്രാഞ്ച് അതർ അസെറ്റ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളത്? ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഒരു 50,000 തന്നിട്ടുണ്ട്, ഡെപ്റ്റേഴ്സ് 40,000 തന്നിട്ടുണ്ട്, പെറ്റി ക്യാഷ് 2,000 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻട്രി എന്ത് എഴുതും? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. അപ്പോൾ ഫസ്റ്റ് എൻട്രി നമ്മൾ എഴുതി ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് 50,000 അല്ലേ? സ്റ്റോക്ക് അക്കൗണ്ട് 50,000 എഴുതി. ദെൻ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് 40,000 ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എഴുതി. ദെൻ പെറ്റി ക്യാഷ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 2,000 പെറ്റി ക്യാഷും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്ററിൽ എത്രയാണ് എമൗണ്ട് വരിക? ദാറ്റ് ഈസ് 92,000 അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എൻട്രി എഴുതേണ്ടത്. നരേഷൻ നമ്മൾ കൊടുക്കും എന്ത്? ദാറ്റ് ഈസ് ഓപ്പണിംഗ് ബാലൻസസ് റെക്കോർഡ്. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യാനാണ് എന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നരേഷൻ എഴുതുക ഓപ്പണിംഗ് ബാലൻസസ് റെക്കോർഡ്. ഇവിടെ കണ്ണൂർ ബ്രാഞ്ച് ആണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ അല്ലേ? കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു സ്റ്റോക്ക്, അതായത് ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ദെൻ ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് 50,000 വരും, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് 40,000, പെറ്റി ക്യാഷ്
2000 ടോട്ടൽ 92,000 നമ്മൾ കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ടിൽ എഴുതും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എൻട്രി വരിക? ഇതുപോലെയാണ് എൻട്രി വരിക. ദാറ്റ് ഈസ് കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ. നമ്മൾ ഡേറ്റ് എഴുതണം. ഇതുപോലൊരു ജേണൽ നമ്മൾ വരച്ചതിന് ശേഷം ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ് എമൗണ്ട് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട്, ഡേറ്റ് എഴുതി 1/4/2024. ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് 50,000, ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് 40,000, ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് 2,000. നരേഷൻ എഴുതി ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ്. ടോട്ടൽ എമൗണ്ട് 92,000 ആണ്. അത് ഡെബിറ്റ് സൈഡിലും എഴുതി. ഇനി രണ്ടാമത്തെ നോക്കി നോക്കൂ. രണ്ടാമത്തെ ഇൻഫോർമേഷൻ എന്താണ് പറയുന്നത്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ₹1,50,000. അപ്പോൾ കണ്ണൂർ ബ്രാഞ്ചിലേക്ക് 1,50,000 രൂപന്റെ ഗുഡ്സ് എന്ത് ചെയ്തു? സെൻഡ് ചെയ്തു. ഹെഡ് ഓഫീസിൽ നിന്ന് സെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഗുഡ്സ് സെൻഡ് ടു ദി ബ്രാഞ്ച്. ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ വരുന്ന എൻട്രി എന്താണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പൊ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറയുമ്പോൾ അവിടെ ഏത് ബ്രാഞ്ചാണ് വരിക? ദാറ്റ് ഈസ് കണ്ണൂർ ബ്രാഞ്ചാണ് വരുന്നത് അല്ലേ? അപ്പൊ കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ, കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എത്ര രൂപയാണ്? 1,50,000. ഓക്കെ, നരേഷൻ എന്താണ് എഴുതുക? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അപ്പൊ ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. ദാറ്റ് ഈസ്, അപ്പോൾ നമുക്ക് എൻട്രി വരുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ 1,50,000 ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. 1,50,000 ആണ് എമൗണ്ട് വരുന്നത്. നരേഷൻ എഴുതി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കി നോക്കൂ. നെക്സ്റ്റ് ഇൻഫോർമേഷൻ എന്താ പറഞ്ഞത്? ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് 4. അപ്പം നമ്മൾ ബ്രാഞ്ചിലേക്ക് ക്യാഷ് സെൻഡ് ചെയ്തതാണ്. ഓക്കെ, ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് എന്തൊക്കെ ആവശ്യത്തിനാണ്? ഫോർ സാലറി കൊടുക്കാൻ, റെന്റ് കൊടുക്കാൻ, പെറ്റി ക്യാഷ് ആയിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ചിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് എൻട്രി വരിക? ദാറ്റ് ഈസ് വെൻ ഹെഡ് ഓഫീസ് മീറ്റ്സ് ബ്രാഞ്ച് എക്സ്പെൻസസ് ഓർ സെൻഡ് ക്യാഷ് ടു ദി ബ്രാഞ്ച് ടു മീറ്റ് എക്സ്പെൻസസ് ലൈക്ക് സാലറി, റെന്റ്, പെറ്റി ക്യാഷ്. ഇപ്പം നമ്മളോടും പറഞ്ഞിട്ടുള്ളത് എന്താണ്? ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് ആണ്. അതായത് മെയിൻ ബ്രാഞ്ച് ആയിട്ടുള്ള മിസസ് മമത എന്ത് ചെയ്യുന്നുണ്ട്? കണ്ണൂർ ബ്രാഞ്ചിലേക്ക് ക്യാഷ് സെൻഡ് ചെയ്യുന്നുണ്ട്. സാലറി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഒരു 5,000 രൂപ, റെന്റിന് ഒരു 6,000 രൂപ, പെറ്റി ക്യാഷിന് ഒരു, അതായത് പെറ്റി ക്യാഷ് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു 5,000 രൂപ. അപ്പം നമുക്ക് വരുന്ന എൻട്രി ആണ് ഇത്. എന്താ വരിക? ദാറ്റ് ഈസ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. അപ്പം എങ്ങനെയാണ് വരിക? ദാറ്റ് ഈസ് കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. അപ്പോൾ കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു നമുക്ക് ക്യാഷ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ബാങ്ക് എന്ന് എഴുതാം. ഓക്കെ, എത്രയാണ് എമൗണ്ട് വരുന്നത്? ദാറ്റ് ഈസ് സാലറി ആയിട്ട് ഒരു 5,000, റെന്റ് ആയിട്ട് 6,000, പെറ്റി ക്യാഷ് ആയിട്ട് 5,000. അപ്പോൾ 16,000 രൂപ ടോട്ടൽ എമൗണ്ട് ആണ് എഴുതുക. ദാറ്റ് ഈസ് 16,000 rupees അല്ലേ? അപ്പോൾ എൻട്രി നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എൻട്രി വരുന്നത്? അപ്പോൾ മൂന്നാമത്തെ എൻട്രി ആയിട്ട് കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് 16,000 ആണ് വരുന്നത്. എന്താണ്? ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എൻട്രി എന്താണ് നോക്കി നോക്കൂ. ക്യാഷ് റിസീവ്ഡ് ഫ്രം ദി ബ്രാഞ്ച് അല്ലേ? ബ്രാഞ്ചിൽ നിന്ന് ക്യാഷ് റിസീവ് ചെയ്തതാണ്. അപ്പോൾ ബ്രാഞ്ചിൽ നിന്ന് ക്യാഷ് സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ടു ക്യാഷ് ആണ് വരിക. അവിടെ നമുക്കറിയാം ക്യാഷ് സെൻഡ് ചെയ്യുമ്പോൾ എക്സ്പെൻസ് ആകുമ്പോൾ ടു ക്യാഷ് ആണ് വരിക. ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ എന്താണ് എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കണ്ണൂർ ബ്രാഞ്ച് അല്ലേ? അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു കണ്ണൂർ ബ്രാഞ്ച് എത്ര വരും? ദാറ്റ് ഈസ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ച്, ക്യാഷ് സെയിൽസ് 1,50,000 രൂപയും ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 1,20,000 രൂപയും. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 2,70,000 രൂപയാണ്. അപ്പോൾ ഇവിടെ 2,70,000 എന്ന് വരും. അപ്പോൾ നരേഷൻ എന്താണ് എഴുതുക? ക്യാഷ് റിസീവ്ഡ് ഫ്രം ദി ബ്രാഞ്ച്. ഓക്കെ, അപ്പോൾ എൻട്രി വന്നത് നോക്കി നോക്കൂ. നാലാമത്തെ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട്, ദാറ്റ് ഈസ് 2,70,000. എന്താണ്? ക്യാഷ് സെയിൽസ് ആൻഡ് കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് റെമിറ്റഡ് ടു ഹെഡ് ഓഫീസ്. ദെൻ നെക്സ്റ്റ് നോക്കി നോക്കൂ. നെക്സ്റ്റ് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ബാലൻസ് സ്റ്റോക്ക് 25,000, ഡെപ്റ്റേഴ്സ് 20,000, പെറ്റി ക്യാഷ് 1,000. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് വരുമ്പോൾ അതിൻ്റെ എൻട്രി എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ടു റെക്കോർഡ് ക്ലോസിംഗ് ബാലൻസസ് ഓഫ് ബ്രാഞ്ച് അസറ്റ്സ് ലൈക്ക് സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, പെറ്റി ക്യാഷ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരിക. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ക്ലോസിംഗ് ബാലൻസ് വരിക അല്ലേ? അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഇവിടെ എഴുതി എന്താണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, പെറ്റി ക്യാഷ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ക്ലോസിംഗ് വരും. എങ്ങനെ വരിക? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, പെറ്റി ക്യാഷ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. കണ്ടോ? സെയിം. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് നമുക്ക് ക്ലോസിംഗ് എത്രയാണ് തന്നിട്ടുള്ളത്? 25,000.
ദെൻ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ക്ലോസിങ് തന്നിട്ടുള്ളത് 20,000. ബ്രാഞ്ച് പെറ്റി ക്യാഷ് ക്ലോസിങ് തന്നിട്ടുള്ളത് 1000. അപ്പോൾ എത്ര നമുക്ക് ടോട്ടൽ വരിക? ടു ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് എത്രയാണ് വരിക? ദാറ്റ് ഈസ് 46,000. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എൻട്രി എഴുതേണ്ടത്. അപ്പോൾ 46,000 ആണ് വരിക. അപ്പോൾ ജേണൽ എൻട്രി നമ്മളുടെ ജേണലിൽ എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുന്നത്? ദാറ്റ് ഈസ് നോക്കി നോക്കൂ, 31 മാർച്ചിലാണ് നമുക്ക് ക്ലോസിങ് വരിക. അപ്പോൾ നമ്മൾ ഡേറ്റ് എഴുതി 31 മാർച്ച് 2025. ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ 25,000, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 20,000, ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് 1000, ടു കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് 46,000. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ എൻട്രി ഒന്നും എഴുതാനില്ല നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻ പ്രകാരം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ബാലൻസ് ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ആ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിന് വരുന്ന എൻട്രി ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് അറ്റ് ദി ബ്രാഞ്ച്. എങ്ങനെ വരിക? ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. അപ്പോൾ അതിന് നമ്മൾ കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോഴേ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ ഉള്ളത് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ എൻട്രി കൊടുക്കുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു എൻട്രിയും കൂടെ വരും. എന്താണ്? ദാറ്റ് ഈസ് കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. എന്താ വരുന്നത്? പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് എത്രയാണ്? 58,000. ഇനി കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യുക. കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കൊരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ആ ഫോർമാറ്റ് എങ്ങനെയാണോ അതുപോലെ അങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ആ ഫോർമാറ്റിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതുപോലെ എഴുതാം. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫോർമാറ്റ്. ഇപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ബാലൻസ് ബ്രോഡ് ഓൺ ചെയ്യുന്നത് ഏത് ബാലൻസ് ആണ്? ഓപ്പണിംഗ് ബാലൻസ് ആണ് അല്ലേ? അതേപോലെ തന്നെ ബാങ്ക് റെമിറ്റൻസ് ബൈ ഹെഡ് ഓഫീസ്, എന്തെങ്കിലും റെമിറ്റൻസ് ഉണ്ടെങ്കിൽ അത്. അതേപോലെ തന്നെ ക്യാഷ് സെൻഡ് ഫോർ എക്സ്പെൻസസ്, അതായത് ബ്രാഞ്ചിലേക്ക് എന്തെങ്കിലും ക്യാഷ് നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്. ബാലൻസ് ക്യാരി ഡൗൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. ഓക്കെ, അപ്പോൾ ഇത് ലയബിലിറ്റീസ് ആണ്. ഈ ബാലൻസ് ബ്രോഡ് ഓൺ നമ്മൾ ചെയ്യുന്നത് ഓപ്പണിംഗ് ലയബിലിറ്റീസ് ആണ്. ഇത് ഓപ്പണിംഗ് അസറ്റ് ആണ്. ഇത് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത് ക്ലോസിംഗ് ലയബിലിറ്റീസ് ആണ്. ഇത് ക്ലോസിംഗ് അസറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക നോക്കുക. ബാലൻസ് വരുന്നത് ജനറൽ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ലോസ്, ഡെബിറ്റ് സൈഡിലാണെങ്കിൽ അത് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഈ ഫോർമാറ്റ് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സാമിന് ഈ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ടിലെ മെയിൻ എല്ലാ ഫോർമാറ്റുകളും നിങ്ങൾ നന്നായി പഠിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ ഫോർമാറ്റ് അനുസരിച്ച് ജേണൽ എൻട്രി അനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ജേണൽ എൻട്രി നന്നായിട്ട് അറിയുന്നുണ്ടെങ്കിലും ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ സുഖമാണ്. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ വരും, ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ വരും എന്നുള്ളത് നമുക്ക് ഇത് തന്നെ കിട്ടും. ഇപ്പോൾ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ഇപ്പോൾ നമ്മൾ കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ ഹെഡിങ് കൊടുത്തു കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ ഈ സൈഡിൽ എന്ത് വരും? ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് 50,000. അതേപോലെ തന്നെ ഇപ്പോൾ ഇതൊക്കെ വരും. ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ്, പിന്നെ ടു ഗുഡ്സ് സെൻഡ് അല്ലേ? ഇത് 2 ആണ് വരുന്നത്. ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ടു ബാങ്ക് വരും. അതേപോലെ തന്നെ ഇവിടെ ടു കണ്ണൂർ ബ്രാഞ്ച് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ബൈ ബാങ്ക് വരും. ദെൻ ടു കണ്ണൂർ ബ്രാഞ്ച് ആണ്. അപ്പോൾ ബൈ ബ്രാഞ്ച് അക്കൗണ്ട്, ബൈ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ബൈ പെറ്റി ക്യാഷ് ഇത് വരും. അതുപോലെ തന്നെ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ ഈ സൈഡിൽ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കാരണം എന്താണ്? പ്രോഫിറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ജേണൽ എൻട്രിന്നും നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം? നമുക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇതാണ് ഫൈനൽ വരുന്ന ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുക്കുക. ഇത് പെർട്ടിക്കുലേഴ്സ് കോളം, ഇത് എമൗണ്ട് കോളം, ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എന്താണ് വരുന്നത്? ടു ബാലൻസ് ബ്രോഡ് ഓൺ. ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറയുന്നത് ഏതാണ്? ദാറ്റ് ഈസ് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓക്കെ, അപ്പോൾ ബാലൻസ് ബ്രോഡ് ഓൺ നമുക്ക് കിട്ടി. ബ്രാഞ്ച് സ്റ്റോക്ക് 50,000, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് 40,000, ബ്രാഞ്ച് പെറ്റി ക്യാഷ് 2,000. ദെൻ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഐറ്റം ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആണ്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് നമുക്ക് ഫോർമാറ്റ് പ്രകാരം ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്രയാണ്? 1,50,000 രൂപ. നെക്സ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ക്യാഷ്, അത് എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസ് ബ്രാഞ്ചിലേക്ക് അയച്ചത്, ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്തത്. സാലറി ആയിട്ട് ഒരു 5,000, റെന്റ് ആയിട്ട് 6,000, പെറ്റി ക്യാഷ് ആയിട്ട് 5,000, ടോട്ടൽ 16,000. നമ്മൾ ജേണൽ എൻട്രിയിൽ ഈ ടോട്ടൽ എമൗണ്ട് ആണ് എഴുതിയത്. ഇവിടെ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് എഴുതും. അപ്പോൾ ഇത്രയാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ബാലൻസുകൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും നമ്മൾ ടോട്ടൽ ചെയ്യണം. അപ്പോൾ ഇത്രയും നമ്മൾ ടോട്ടൽ ചെയ്യാം. ദെൻ നമുക്ക് നെക്സ്റ്റ് സൈഡിൽ നോക്കി നോക്കൂ. ബാങ്ക് റെമിറ്റൻസ് ടു ഹെഡ് ഓഫീസ് ആണ്.
അപ്പോൾ ബാങ്ക് റെമിറ്റൻസ് ടു ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ദി ബ്രാഞ്ചാണ്. ബ്രാഞ്ചിൽ നിന്ന് റിസീവ് ചെയ്ത ക്യാഷ്. അപ്പോൾ അതായത് ഹെഡ് ഓഫീസിലേക്ക് നമ്മൾ സെൻഡ് ചെയ്തിട്ടുള്ള ക്യാഷ് എങ്ങനെയാണ്? ക്യാഷ് സെയിലായിട്ട് 1,50,000, ഡെപ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് റിസീവ് ചെയ്തിട്ടുള്ള 1,20,000, അങ്ങനെ ടോട്ടൽ 2,70,000 നമ്മൾ ജേണൽ എൻട്രിയിൽ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ആണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ദെൻ ഇത് ഇനി ക്ലോസിംഗ് ബാലൻസ് ആണ്, ദാറ്റ് ഈസ് ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് വരുന്നത് സ്റ്റോക്ക് 25,000, ഡെപ്റ്റേഴ്സ് 20,000 ആൻഡ് പെറ്റി ക്യാഷ് 1,000. അപ്പം നമ്മൾ ഈ രണ്ട് സൈഡും ടാലി ചെയ്യുക. ഇപ്പം ഇവിടെയും നമ്മൾ ടാലി ചെയ്യുക, ഇവിടെയും നമ്മൾ ടാലി ചെയ്യുക. എന്നിട്ട് ഏത് സൈഡാണ് കൂടുതൽ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് 3,16,000 ആണ്. ഇത് ടാലി ചെയ്യുമ്പോൾ നമുക്ക് 3,16,000 കിട്ടും. ഇവിടെ ഇത് ടാലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഭാഗമാണ് നമ്മൾ ടാലി ചെയ്യുക. ഇത് നമ്മൾ എഴുതിയിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ടാലി ചെയ്യും. അപ്പോൾ ടാലി ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ നമ്മൾ 50,000 പ്ലസ് 40,000 പ്ലസ് 2,000 പ്ലസ് 1,50,000 പ്ലസ് 16,000 നമുക്ക് എത്രയാണ് കിട്ടുക? ദാറ്റ് ഈസ് 2,58,000 ആണ് കിട്ടുക. ഓക്കെ, ഈ 2,58,000 നിന്ന് ഈ സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ, അതായത് 2,70,000 പ്ലസ് 25,000 പ്ലസ് 20,000 പ്ലസ് 1,000, ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 3,16,000 ആണ് കിട്ടുക. അപ്പോൾ ഈ 3,16,000 നമ്മൾ കുറക്കുക. അതായത് നേരെ തിരിച്ചാണ് ചെയ്യേണ്ടത്. 3,16,000 നിന്ന് 2,58,000 ഏതാണോ കൂടുതലിൽ നിന്ന് കുറവ് കുറക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഈ സൈഡ് ക്രെഡിറ്റ് സൈഡ് കൂടുതലാണ്, ഡെബിറ്റ് സൈഡ് കുറവാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമുക്ക് എക്സ്പെൻസും ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് കൂടുതലാവുമ്പോൾ നമുക്ക് 3,16,000 നിന്ന് 2,58,000 കുറക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് 58,000 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബാലൻസ് കുറവ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന എന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ കാണിക്കണം. ദാറ്റ് ഈസ് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് വരിക. ദെയർഫോർ അത് നമ്മൾ ഈ സൈഡിൽ കാണിക്കണോ. അപ്പോൾ എത്രയാണ്? 58,000 രൂപ. അപ്പോൾ രണ്ട് സൈഡും ടാലി ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 3,16,000. ഓക്കെ, അപ്പോൾ ഈ സൈഡും ടാലിയായിട്ട് കിട്ടി 3,16,000. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ കേസിൽ നമ്മൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്ക് മിസ്സിംഗ് ആയിട്ട് ഫിഗേഴ്സ് തരും. ചിലപ്പോൾ നമുക്ക് സ്റ്റോക്കിൻ്റെ ഈ എമൗണ്ട് തരൂല, ചിലപ്പോൾ ഡെപ്റ്റേഴ്സ് തരൂല. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? മെമ്മോറാണ്ടം ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഇത് പ്രിപ്പയർ ചെയ്യണം. ഇത് ഇതേ ഫോർമാറ്റിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഇത് പ്രിപ്പയർ ചെയ്യുക. ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് എക്സാമിന് പ്രോബ്ലം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കുക. പക്ഷെ ഫോർമാറ്റൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഈ ഫോർമാറ്റ് എഴുതിച്ചാൽ മതി, നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ഫോർമാറ്റിൻ്റെ എഴുതുക, എന്നിട്ട് അതിലേക്ക് നിങ്ങൾ എമൗണ്ട് ഇങ്ങനെ എടുത്ത് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം മാർക്കൊക്കെ കിട്ടും കേട്ടോ. ഫോർമാറ്റ് പഠിക്കാതെ നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ട് ഒരിക്കലും പഠിക്കാനായിട്ട് കഴിയില്ല. ഫോർമാറ്റ് നന്നായിട്ട് പഠിച്ച് ഒരു പ്രോബ്ലം ഒക്കെ ചെയ്ത് നോക്കുക, അപ്പോൾ കിട്ടും. വളരെ സിമ്പിളാണ് ഇത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻവോയ്സ് മെത്തേഡും അതിൻ്റെ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.